ഇന്നും സജിനയ്ക്ക് എൻ്റെ ഉമ്മയെ വിളിക്കാം, എൻ്റെ പെങ്ങളെ വിളിക്കാം, എൻ്റെ ബ്രദറിനെ വിളിക്കാം. അവരൊക്കെ അവൾക്ക് നല്ലതേ പറഞ്ഞു കൊടുക്കുള്ളൂ. തിരിച്ച് പിന്നെ സജിനയുടെ ഉമ്മയിൽ ദാണ്ട് ഇപ്പോൾ ഇന്ന് രാവിലെ കൂടി മെസ്സേജ് അയച്ചതേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്നേഹമാണ് എനിക്ക് സജിനയുടെ ബ്രദറിനെ വിളിക്കാം, അളിയാന്ന് പറഞ്ഞാണ് എപ്പോഴും വിളിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഒരു നല്ല വേയിലാണ് ഞങ്ങൾ ഈ പിരിഞ്ഞത്. മനസ്സിലായോ? ഏറ്റവും ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയാവൂ. എന്തെങ്കിലും നമ്മൾ 100% സ്നേഹത്തോടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും പിരിയേണ്ട ആവശ്യം വരത്തില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, തികച്ചും പേഴ്സണൽ എല്ലാ കുടുംബത്തിലും. അതായത് ഞാൻ സജിനയെ മാത്രം അറിയേണ്ട കുറച്ച് വളരെ പേഴ്സണൽ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ വളരെ കൂടുതൽ സംസാരിച്ച് ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന സ്നേഹം, ആ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഇപ്പോൾ ഈ പിരിഞ്ഞ് നമ്മുടെ ഈ ഒരു ബന്ധത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറണം നമ്മൾ. എന്നാൽ ഇന്നലെ വരെ നിന്നെ സ്നേഹിച്ച, അവളെ സ്നേഹിച്ചാൽ അവൾ എന്നെ സ്നേഹിച്ചാൽ ആ ബഹുമാനത്തോടെ നമുക്ക് ഇനിയും തുടരാൻ പറ്റും എന്നുള്ള വളരെ പക്വമായ തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. അത് ഒരു ദിവസം കൊണ്ടെടുത്ത തീരുമാനം, കുറേ മാസങ്ങളായിട്ട്, അല്ലെങ്കിൽ പൊട്ടെ വർഷം എന്ന് തന്നെ പറയാം. അത്രയും ലോങ് ടൈം ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഈ ചിരിച്ച മുഖം കാണണമെന്നില്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ പോലും. നമ്മൾ അതുമായി അഡ്ജസ്റ്റഡായി, ആ സാഹചര്യവുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റഡായി. നമ്മളെ സാഹചര്യമായി അഡ്ജസ്റ്റഡായി കുറേ നാളുകൾക്ക് ശേഷമാണ് സഞ്ജന വന്നത് അനൗൺസ് ചെയ്തത്. അല്ല, സഞ്ജന വന്ന് അങ്ങനെ അനൗൺസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഫിറോസ് ഞാനത് വിചാരിച്ചില്ല. കാരണം ഞാൻ എൻ്റെ അത്രത്തോളം പേഴ്സണൽ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമുക്ക് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സന്തോഷ വാർത്തയല്ല, അത്രയും ദുഃഖകരമായൊരു വാർത്തയാണ്. അത് കഴിവതും നമ്മൾ ദുഃഖങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അത് മാത്രമല്ല, അത് തികച്ചും പേഴ്സണലാണ്. അപ്പോൾ ഞാനതൊരിക്കലും പുറത്ത് അങ്ങനെ പറയില്ലായിരുന്നു. അതിൻ്റെ കൂടെ നടന്നു പോകേണ്ട ഒരു കാര്യമാണ്. അത് സജിന പറഞ്ഞു, ഞാൻ കുറ്റം പറയല്ല, അദ്ദേഹത്തിന് പറയാൻ തോന്നി, അത് അദ്ദേഹത്തിന്റെ വ്യക്തി. സമൂഹം അറിഞ്ഞോട്ടെ, ഇനി ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ അതിലൊരു ഫിറോസിനെ കാണുന്നില്ല എന്നുള്ള ചോദ്യത്തിൽ നിന്നും ആയിരിക്കാം, അങ്ങനെയുമാകാമല്ലോ. തീർച്ചയായും നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെ പറയില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. സജന പറഞ്ഞ എനിക്ക് ബട്ടർഫ്ലൈ പോലെ പറന്ന് നടക്കണം. അതെ അതെ, പറഞ്ഞോട്ടെ, സന്തോഷമുള്ള കാര്യം. സജന ഫിറോസ് പറഞ്ഞു സജന ഇപ്പോഴും ഒരു കുട്ടിത്തമാണെന്ന് പറഞ്ഞു. തീർച്ചയായും രണ്ടും പറയുന്നത് രസമാണ്. നിങ്ങൾ രണ്ട് ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. സജന എനിക്ക് ബട്ടർഫ്ലൈ പോലെ പറഞ്ഞു, സജന അവളൊരു കുട്ടിത്തമാണ്, കുട്ടികൾ ഇങ്ങനെ പറന്ന് നടക്കും. തീർച്ചയായും ആ പറന്ന് നടക്കുമ്പോൾ എവിടെയെങ്കിലും കേടുകൾ പറ്റാതെ പറന്ന് നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ആയിരിക്കും ഫിറോസിനോട്. തീർച്ചയായും നമുക്ക് ഒരു പട്ടം ഇങ്ങനെ എത്രത്തോളം ഹൈറ്റിൽ പോയി അതിങ്ങനെ പറക്കുന്നത് കാണാൻ രസമാണ്. അപ്പോഴും അതിൻ്റെ ഒരു അറ്റം നമ്മുടെ കയ്യിലുണ്ടാവും, അതാണ് അതിൻ്റെ കൺട്രോൾ. പക്ഷെ ഈ അറ്റം നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അതിനൊരു കൺട്രോൾ ഉണ്ടാവില്ല. ആ രസം ഇങ്ങനെ പറന്ന് നടക്കും, പക്ഷെ അതിന് പിന്നീട് ഉണ്ടാകുന്നൊരു അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, മനസ്സിലായി? അതങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. സജനയുടെ പറക്കലില് ഒരറ്റം ഫിറോസിന്റെ കയ്യിലുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ ഞങ്ങളുടെ ഡിവോഴ്സിന് മുന്നേ വരെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോ പക്ഷെ അദ്ദേഹം അപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും മറ്റു പട്ടങ്ങളിൽ കുരുങ്ങി അത് നശിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.